എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പൈപ്പിംഗ് ഫൂട്ടില്ലാതെ പൈപ്പിംഗ് വെച്ചുകൊണ്ട് നല്ല ഭംഗിയുള്ളൊരു സ്ലീവ് ഡിസൈനാണ് തയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ക്ലോത്ത് എടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തെ നീളം 5.5 ഇഞ്ച് എടുക്കുക. താഴ്ഭാഗത്ത് നമ്മൾ എടുക്കുന്നത് 2.25 ഇഞ്ചാണ്. ഇനി കൈയുടെ വീതി നമ്മൾ എടുക്കുന്നത് 8 ഇഞ്ചാണ്. അതിന് ശേഷം നമ്മൾ കൈയുടെ ഈ തലപ്പ് ഭാഗമില്ലേ, ഷോൾഡർ ജോയിൻ്റ് അല്ലാണ്ട് മറ്റേ ഭാഗത്ത് നിന്നും നമ്മൾ ഒരു 2 ഇഞ്ച് ഉള്ളിലോട്ട് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്നും താഴേക്ക് നമുക്കൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതിനെ നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ അവിടെ വരച്ചു കൊടുക്കാം. ഇതിന് ശേഷം നമുക്കിതൊന്ന് റൗണ്ടാക്കി ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഈ മാർക്കിങ്ങിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ശേഷം നമ്മൾ ഈ കൈയുടെ ആദ്യത്തെ അളവിന് ലൈനിങ് പീസും കട്ട് ചെയ്തെടുക്കണം. ലൈനിങ് പീസിൽ ആ റൗണ്ട് ഷേപ്പ് വെട്ടണ്ടേ. നമ്മൾ ആദ്യം ലൈനിങ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ മെയിൻ ക്ലോത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്കൊന്ന് പിൻ കുത്തി കൊടുക്കാം. തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിൻ കുത്തി കൊടുക്കുന്നത്. ഇനി ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഈ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഭാഗത്ത് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരിക്കലും ഈ കട്ടിങ് സ്റ്റിച്ചിങ്ങിൻ്റെ മേലേക്ക് വരരുത്. വരച്ചെടുക്കുമ്പോൾ വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കട്ടിങ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പിൻ മാറ്റിയതിന് ശേഷം നമ്മുടെ ക്ലോത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ കോർണർ ഭാഗം വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അകത്തൂടെ നമ്മളുടെ സിസേഴ്സ് ഒന്ന് കയറ്റിയതിന് ശേഷം ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ഈ മൂലകൾ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ക്രോസ് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ഥലത്ത് നിന്നും നമ്മൾ കട്ട് ചെയ്യരുത്, അപ്പോൾ നമുക്ക് വലിവ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ വലിയുന്ന ആ സൈഡ് ഉണ്ടല്ലോ ക്രോസ് ആയിട്ടില്ലേ, അവിടെ നിന്നും വേണം ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ 1.5 ഇഞ്ച് വീതിയും 20 ഇഞ്ച് നീളത്തിലും ആണ് ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പൈപ്പിംഗ് ത്രെഡ് എടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്താക്കി ഒന്ന് വെച്ചു കൊടുക്കാം. നമ്മൾ ത്രെഡ് വയ്ക്കുമ്പോൾ എപ്പോഴും കുറച്ച് മുന്നോട്ടാക്കി നീക്കി വെച്ചതിന് ശേഷം വേണം ത്രെഡ് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ നോർമൽ ഫൂട്ടിലാണ് ചെയ്യുന്നത്, പൈപ്പിംഗ് ഫൂട്ടിലൊന്നുമല്ല. ഈ ഒരു ട്രിക്ക് മാത്രം ചെയ്താൽ മതി. നമ്മളുടെ ഈ ചൂണ്ടുവിരലുണ്ടല്ലോ, ആ ചൂണ്ടുവിരലിലെ നഖം കൊണ്ട് ചെറുതായി ഒന്ന് ആ പൈപ്പിംഗ് ത്രെഡിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ ഈ ഒരു പൈപ്പിംഗ് കിട്ടുന്നതാണ്. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ആ ചൂണ്ടുവിരൽ എടുക്കാൻ പാടില്ല, അവിടെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ലൂസാക്കി കൊടുക്കുക, തയ്യൽ വരുന്നതിനനുസരിച്ചിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ മുഴുവനായും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ പൈപ്പിങ്ങിൻ്റെ ത്രെഡ് ഉണ്ടല്ലോ, അത് താഴ്ഭാഗത്ത് വെച്ചതിന് ശേഷം നമ്മൾ തയ്ച്ച് വെച്ചിട്ടുള്ള സ്ലീവ് ഇതിൻ്റെ മുകളിൽ നല്ല വൃത്തിക്ക് തന്നെ പൈപ്പിംഗ് മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമുക്ക് തലപ്പിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ചാനലിൽ ഒരുപാട് സ്ലീവ് ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ആ സ്ലീവ് ഡിസൈൻസ് പോയി കണ്ടു നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭംഗിയുള്ള സ്ലീവ് ഡിസൈൻസാണ്. ഇവിടെ എത്തുമ്പോൾ നമ്മൾ, അതായത് ഈ മൂലഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ നീഡിലൊന്ന് താത്തിയതിന് ശേഷം ഒന്ന് ചെരിച്ച് ഈ റൗണ്ട് ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ ഈ ഒരു പൈപ്പിംഗ് നമുക്ക് വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡോരിയാണ് അവിടെ കെട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് ആവശ്യമാണ്. 11 ഇഞ്ച് നീളമാണ് എടുക്കുന്നത്. ഇതുപോലുള്ള 2 പീസ് നമുക്ക് ആവശ്യമാണ്. പിന്നെ ഇതുപോലുള്ള സ്ക്വയർ പീസസ് നമുക്ക് ആവശ്യമാണ്. ഫസ്റ്റത്തെ സ്ക്വയർ പീസ് 2.5 ഇഞ്ച് വീതിയും 2.5 ഇഞ്ച് നീളവുമുള്ളതാണ്. ഇനി നമ്മൾ ഓറഞ്ച് കളറിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അത് 1.5 ഇഞ്ച് വീതിയും 1.5 ഇഞ്ച് നീളവുമുള്ള സ്ക്വയർ പീസാണ്. ഇനി നമുക്ക് ഈ നീളമുള്ള പീസിനെ നടുമടക്കിയതിന് ശേഷം 1/4 ഇഞ്ച് വിട്ടിട്ടൊന്ന് തയ്ച്ചെടുക്കാം. ആദ്യം ഒന്ന് ലോക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇതുപോലെ തന്നെ അടുത്തതും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ വശത്ത് നമുക്ക് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ശേഷം നമുക്കിത് ഈർക്കിൾ ഉപയോഗിച്ചൊന്ന്
മറിച്ചെടുക്കാം. ഇതുപോലെ 2 പീസും നമുക്ക് മറിച്ചെടുക്കാം. ഇനി ഈ ഒരു സ്ക്വയർ പീസിനെ ഇതുപോലെ ക്രോസ് ആക്കി ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് ഈ ഭാഗത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഇനി അടുത്ത പീസും നമുക്ക് ഇതുപോലെ തന്നെ ക്രോസ് ആക്കി മടക്കി അരികു വശം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി വലിയ പീസിൻ്റെ മുകളിലേക്ക് ചെറിയ പീസ് ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അരികു വശം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഡോരിയെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായി വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി അരികു വശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ഡോരിയുടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം. ഇനി നമ്മുടെ സ്ലീവ് എടുത്തതിന് ശേഷം ഈ ഭാഗത്തായിട്ട് നമുക്ക് ഈ ഡോരി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതവിടെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. അടുത്ത ഭാഗത്ത് നമുക്ക് ഇതുപോലെ തന്നെ വച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഈ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ സെൻറ്റർ ഭാഗത്ത് നിന്നും ഈ സൈഡ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് അടുത്ത സൈഡും ഇതുപോലെ തലപ്പ് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ആ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഡോരിയെ നമുക്ക് ഇതുപോലെ കെട്ടിയെടുക്കാം. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇപ്പം നമ്മളുടെ ഡിസൈനർ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്ലീവ് ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.